അങ്ങനെ അനുമോൾ രംഗത്ത് മക്കളെ, അനുമോൾ പറയുന്ന വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ പ്ലേ ചെയ്തുതരാം. അതായത് പ്ലാച്ചിയുടെ പുതിയൊരു വലിയൊരു ഫാക്ടറി തന്നെ ട്രിവാൻഡ്രത്ത് ഉടൻ തുടങ്ങുമെന്നാണ് അനുമോൾ പറയുന്നത്. ആ പറയുന്ന വീഡിയോ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്തുതരാം. അതിനു മുമ്പ് ഇന്ന് നമ്മളോട് പറയാൻ പറഞ്ഞതാണ് അനുമോൾ ഒരു ഓപ്പണിങ്ങിന്, ഒരു ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട്. ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണണം. ഓക്കെ, ഹലോ നമസ്കാരം, നിങ്ങളുടെ സ്വന്തം അനുമോളാണ്. ഈ വരുന്ന നവംബർ 22-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ കലൂരിൽ പുതിയൊരു ഫിറ്റ്നസ് സെന്റർ വരാൻ പോവാട്ടോ. ഒരു പ്രീമിയം ഫിറ്റ്നസ് സെന്റർ H&H. അപ്പോ അതിന്റെ 4ാമത്തെ ബ്രാഞ്ചാണ് ഈ വരുന്നത്, അതും കലൂരില്. അപ്പോൾ ഈ വരുന്ന നവംബർ 22-ാം തീയതിയാണ് അതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ ഞാനും നിങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഷിയാസ് കയാണ് വരുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അന്ന് കാണാം, നവംബർ 22-ാം തീയതി വൈകുന്നേരം 5 മണിക്ക്. അപ്പോൾ നാളെ 5 മണിക്കാണ് ഈ പറയുന്ന അനുമോളും സിയാസ് കരീമും ഉദ്ഘാടനത്തിന് പോകുന്നത്. ആരെങ്കിലും അനുമോളെ കാണാൻ ആഗ്രഹമുള്ളവർ ആ ഏരിയയിൽ ഉണ്ടെങ്കിൽ ഒന്ന് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് അനുമോൾ പ്ലാച്ചിയെ കുറിച്ച് പറയുന്നുണ്ട്, അത് ഞാൻ പ്ലേ ചെയ്തുതരാം. അതിനുശേഷം അനുമോൾ പാവപ്പെട്ട അമ്മമാരോട് വീഡിയോ കോൾ ചെയ്തിട്ട്, അതായത് അനുമോൾ കോട്ടിട്ട അമ്മമാരോട് വീഡിയോ കോൾ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്തുതരാം. ഓക്കെ, ഈ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഇതാണല്ലോ എൻ്റെ എന്താ പറയുക, എൻ്റെ ലെക്ക് എന്ന് പറയുന്നത്. അപ്പം എവനെ വെച്ചിട്ട് ഞാനൊരു സ്റ്റോർ, അതായത് പ്ലാച്ചിയുടെ പേര് വെച്ചിട്ട് ഞാനൊരു വെഞ്ചർ തുടങ്ങാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അത് ഞാൻ വഴി പറയാട്ടെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പ്ലാൻ മാത്രമേ ഉള്ളൂ, ഒന്നും ആയിട്ടൊന്നുമില്ല. ഓക്കെ, അനുമോൾ പറയുന്നത് പ്ലാച്ചിയെ കുറിച്ച് വലിയൊരു ഫാക്ടറി തന്നെ തുടങ്ങുമെന്നാണ്. ഉറപ്പായിട്ടും നല്ല കച്ചവടം ഉണ്ടാവും. അതിന് അത്രമാത്രം പ്രൊമോഷനാണ് ബിഗ് ബോസിൽ കിട്ടിയത്. അപ്പോൾ പാവപ്പെട്ട അമ്മമാരോട് അനുമോൾ കുറച്ച് കാര്യങ്ങൾ വീഡിയോ കോളിൽ പറയുന്നുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കാണണം. ഓക്കെ, ഞാൻ നമ്മളൊരു വീഡിയോ ഇരുന്ന് കണ്ടപ്പോ എനിക്ക് സങ്കടം തോന്നി. അപ്പൊ ഞാൻ അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ വീട് നമ്മളെ കൊല്ലത്ത് കാഞ്ഞിരമൂട് ഐത്തില് ഞാൻ എന്തായാലും കൊല്ലത്ത് വരുമ്പോ വന്ന് കാണാട്ടോ. കൊല്ലത്ത് വരുമോ? അന്നേരം എന്നെ വിളിക്കണേ. എന്റെ ഫോൺ ചെറുതാ, എന്റെ മോനെ വിളിച്ചാ മതി, രാഹുലിനെ വിളിച്ച. ഒരുപാട് അമ്മമാർ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അത് കണ്ടപ്പോ തന്നെ എനിക്ക് എന്തോ അമ്മ ഇങ്ങനെ കരഞ്ഞു ഞാൻ ഇവിടെ കിടക്കുമായിരുന്നോളെ. സന്തോഷം അമ്മയുടെ ഒരു പ്രാർത്ഥനയും സ്നേഹവും ഒക്കെയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 മക്കളുണ്ട് എനിക്ക്, 2 ആൺമക്കളാ. അവരൊക്കെ എന്ത് ചെയ്യണു? നിങ്ങള് പറഞ്ഞു. ഞാൻ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നു. മൂത്തത് ഇളയത് ബേക്കറി പോന്നു. എല്ലാവരും തിരക്കിന്ന് പറയാട്ടോ, വിളിക്കണം. ഓക്കെ, ഇതൊരു നല്ല മനസ്സാണ്. വിജയിച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ സപ്പോർട്ട് ചെയ്തവരോട് വീഡിയോ കോളിൽ സംസാരിക്കുന്നത് ചില്ലറക്കാരിയല്ല. അതായത് അനുമോൾക്ക് എത്രയോ സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ടൊക്കെ അനുമോൾ അത്രയധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് വലിയ രീതിയിൽ തിരക്കാണ്. ആ തിരക്കിനിടയിൽ അനുമോൾ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് വന്ന വീഡിയോ ക്ലിപ്പാണ്. സിയാസ് കരീം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അനുമോളെ കുറിച്ച്. നിങ്ങൾ ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഒന്ന് കാണണം. ഓക്കെ, അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ പോകുന്ന സമയത്ത് ഇല്ല എൻ്റെ അറിവിൽ. കാര്യം എനിക്കറിയാം അനുമോളുടെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ പോലും ഇല്ല. കാര്യം അനുമോള് ഞാൻ തമ്മിൽ എന്താ പറയുക, അവൾക്കൊരു സ്വന്തം ചേട്ടനെ പോലെ ആണ് ഞാൻ. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. 16 ലക്ഷം രൂപ ആണെങ്കിൽ ബിഗ് ബോസ് ഇപ്പം എനിക്ക് 16 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ പൈസ എടുത്ത് എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഈ കാർ കുറച്ച് വേറെ നല്ല കാർ അപ്ഗ്രേഡ് ചെയ്യാം, എന്തൊക്കെ ചെയ്യാം. 16 ലക്ഷം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുന്നത്. ഈ ആരെങ്കിലും അവിടെ നിന്ന് ഇവിടുന്ന് പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും 16 ലക്ഷം രൂപ ഞാൻ ഇപ്പോഴും മനസ്സിലാകും. PR എന്ന് പറഞ്ഞാൽ എന്താണ്? PR അല്ല, ജനങ്ങളല്ലേ തീരുമാനിക്കുക ബിഗ് ബോസ് എന്ന ഷോ വിജയിപ്പിക്കുന്നത്, അല്ലേ? ഞാൻ അങ്ങനെ മനസ്സിലാക്കി. ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്ത് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തത് ഇവിടെയുള്ള നോർമൽ ടിപ്പിക്കൽ ആയിട്ടുള്ള ജനങ്ങളാണ്. അവർ എനിക്ക് സപ്പോർട്ട് ചെയ്തു, റോയായിട്ട് സപ്പോർട്ട് ചെയ്തു. കാര്യം പ്യുവർ സോൾ ഹാർട്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്തു, അല്ലാതെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വീഡിയോ ചെയ്തോ അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്തിട്ടൊന്നുമല്ല. അപ്പോൾ ബിഗ് ബോസ് എന്ന ഷോ PR കൊണ്ട് മാത്രം അവിടെ 100 ആൾക്ക് നിൽക്കാൻ പറ്റില്ല. ഈ 100 ദിവസം നിന്നത് ഒരു വ്യക്തി കരഞ്ഞും ദേഷ്യപ്പെട്ടതും ഫൈറ്റ് ചെയ്തതും നാക്കുമുട് വായത്താളം അടിച്ചതും ഒക്കെ ആയിട്ടുകൊണ്ടാണ്. അല്ലാതെ ഒരിക്കലും ഒരു 6 ലക്ഷം 5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം കൊടുത്തിട്ട് ഒരിക്കലും ബിഗ് ബോസിന് റിയാലിറ്റി ഷോയിൽ നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ ആ ഷോയിൽ പോയ ഒരാളാണ്. ഓക്കെ, സിയാസ് കരീം പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു കാര്യം ഞാൻ പറയുക, ഇപ്പം നമ്മളൊരു 3-4 ലക്ഷത്തിന് ഒരാൾക്ക് പണി ഏൽപ്പിച്ചതിന് ശേഷം നമ്മളവിടെ തോക്കുകയാണ്. ടോപ്പ് 5 പോലും എത്താതെ അല്ലെങ്കിൽ 10-70-ാം ദിവസത്തിൽ നമ്മൾ പുറത്താവുകയാണ്. അപ്പോൾ നമ്മുടെ അവസ്ഥ
അതിൻ്റെ അകത്ത് വലിയ, അതായത് വിന്നറിന് മാത്രമാണ് അവിടെ പൈസ കിട്ടുന്നത്. ഓക്കെ, അല്ലാത്തവർക്ക് ഒരാഴ്ചയിൽ 70, അത് അവരുടെ ക്വാളിറ്റി അനുസരിച്ചിട്ട്, സെലിബ്രിറ്റി ആണെങ്കിൽ 50,000 റുപ്യ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു 10-70 ദിവസം നിന്ന് കഴിഞ്ഞാൽ ഒരു 2 ലക്ഷം 3 ലക്ഷം കിട്ടും. അപ്പോൾ ഇതിനെ കൊടുത്താൽ മുതലാവോ? അത് വിജയിക്കും. ഞാൻ കളിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് PR കൊടുത്ത് പോയാൽ രക്ഷപ്പെടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സിയാസ് കരീം പറയുന്നത്. അനുമോൾക്ക് PR ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോൾ തന്നെയാണ് ചെറിയ രീതിയിൽ PR എന്ന് പറഞ്ഞാൽ അനുമോൾ ചെയ്യുന്ന നല്ല കാര്യം നാലാളിലേക്ക് എത്തിക്കാൻ വേണ്ടി വിനുനെ ഏൽപ്പിച്ചു എന്ന് അനുമോൾ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ നിർത്തുകയാണ്. ഓക്കെ, ബൈ.